If so, why so-called scholars are not reborn? If so, if there is no rebirth, explain why. Dr. N. Unnikrishnan, Coimbatore. Is there rebirth? If so, why so-called scholars are not reborn? If so, rebirth. If no rebirth, explain why. Thanking you. Should I answer in English or it's better to answer in Malayalam, I think. Who is Dr. Unnikrishnan? Sorry. ആ ചോദ്യം റീബർത്ത് അഥവാ പുനർജന്മം ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സ്കോളേഴ്സ് ഒന്നും പുനർജനിക്കാത്തത്? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? പുനർജന്മം, റീബർത്ത് എന്നുള്ള സങ്കല്പം ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ കയ്യിൽ കൃത്യമായ മാർഗങ്ങളൊന്നുമില്ല. മരിച്ചതിന് ശേഷം ഇവിടെ തന്നെ ജീവിക്കുമോ അല്ല ജീവിക്കൂലേ എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ അടുത്ത് മാർഗമൊന്നുമില്ല. മൊബൈലിന്റെ ആ സൗണ്ടെങ്കിലും ഒന്ന് ഓഫാക്കിയിട എല്ലാവരും. ഞങ്ങളിവിടെ ആകെ ഗാനമേളാവും, നിങ്ങൾക്കറിയാലോ. അപ്പോ ഈ നമുക്ക് അടുത്ത് മാർഗമില്ലെങ്കിൽ നാം പിന്നീട് എങ്ങനെയാണത് കണ്ടുപിടിക്കുക? ഇവിടെ റീബർത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ തന്നെയുള്ള പുനർജനനമാണ് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന്. ഇവിടെ ഈ ഭൂമിയിൽ തന്നെ ഒരു ജന്മം കഴിഞ്ഞ് മരിച്ചാൽ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ചണ്ടാളനോ അല്ലെങ്കിൽ പന്നിയോ പട്ടിയല്ലായിട്ട് ജനിക്കുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അങ്ങനെ ഒരു റീബർത്ത് ഇല്ല. മനുഷ്യന് ഭൂമിയിൽ ഒരു തവണയാണ് ജീവിക്കുവാൻ പടച്ച തമ്പുരാൻ അവസരം നൽകുന്നത്. ആ ജീവിതത്തിൽ മാർഗദർശനം അനുസരിച്ച് ജീവിക്കാം ഒരാൾക്ക് വേണമെങ്കിൽ, അതല്ലെങ്കിൽ ദൈവിക മാർഗദർശനത്തെ അനുധാവനം ചെയ്യാതെ ജീവിക്കാം. ഇത് രണ്ടിനും ഒരാൾക്ക് സ്വാതന്ത്ര്യം, ഇത് രണ്ടിനും ഒരാൾക്ക് കഴിയും. ഇങ്ങനെ ദൈവിക മാർഗദർശനം അനുധാവനം ചെയ്ത് ജീവിച്ചാൽ മരണത്തിന് ശേഷം പടച്ച തമ്പുരാന്റെ ഒരു പുനരുജ്ജീവനം വരാനിരിക്കുന്നു. അത് ഈ ഭൂമിയിൽ ഇപ്പോ മനുഷ്യർ ഇതേപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ നെക്സ്റ്റ് ജനറേഷനിൽ അടുത്ത തലമുറയിൽ ഉണ്ടാകുന്ന പുനരുജ്ജീവനമല്ല, മറിച്ച് ഭൂമിയും ഇവിടെയുള്ള സംവിധാനങ്ങളും ജീവജാലങ്ങളുമെല്ലാം മരിച്ചൊടുങ്ങി ഒരു ലോകാവസാനത്തിന് ശേഷം അതുവരെ ജീവിച്ച മുഴുവൻ മനുഷ്യരെയും പടച്ച തമ്പുരാൻ പുനരുജ്ജീവിപ്പിക്കുകയും ആ പുനരുജ്ജീവനത്തിന് ശേഷം മനുഷ്യരുടെ കർമ്മങ്ങൾക്ക് അവർക്ക് ഇവിടെ നൽകിയ ജീവിതത്തിൽ നൽകിയ അവസരം, ആ അവസരങ്ങളിൽ അവരെത്രത്തോളം ദൈവിക മാർഗദർശനം ഇവിടെ നൽകപ്പെട്ട ജീവിതത്തിൽ എത്രത്തോളം അവർ ദൈവിക മാർഗദർശന പ്രകാരം ജീവിച്ചു ഇല്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ പടച്ച തമ്പുരാൻ മരണാനന്തര ജീവിതത്തിൽ കൃത്യമായ പ്രതിഫലം നൽകും. ഈ ജീവിതത്തിൽ കർമ്മങ്ങൾക്ക് ഒരാൾക്കും പ്രതിഫലം നൽകാൻ സാധ്യമല്ല. ഖുർആന്റെ 1/3 ഭാഗം ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകപ്പെടുന്ന മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം, അതിനെക്കുറിച്ചാണ് ഖുർആനിന്റെ 1/3 ഭാഗം. ആ ഖുർആന്റെ പരാമർശങ്ങളെ മുഴുവനും കൊണ്ട് ജിസ്റ്റാക്കിയാൽ, വളരെ ചുരുക്കിയാൽ നമുക്ക് ഖുർആനിൽ ഒരു വചനം കിട്ടും. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 155-ാമത്തെ വചനം. അതാണ് ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചത്. ആ വചനം നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുക. എന്താണ് ഖുർആൻ ഈ വിഷയത്തെ പറയാനുള്ളത്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുസിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ആദ്യം പറയുന്നത് എല്ലാവരും മരിക്കുന്ന, എല്ലാവരും മരിക്കും, എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുന്നതാണ് ഖുർആന്റെ ശൈലി. മരണത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എത്രയെത്ര നടന്നു. അതുകൊണ്ട് നമുക്ക് കുറെ കാര്യം കിട്ടി, മനുഷ്യന് കുറെ കാര്യം കിട്ടി. കാരണം പഴയ കാലത്ത് ഈ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു
ശാസ്ത്രശാഖനുണ്ടായത് എലക്സിർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിച്ചതുകൊണ്ടാണ്. എലക്സിർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവാമൃത, അത് കുടിച്ചാൽ പിന്നെ മരിക്കൂല, പിന്നെ യുവത്വം, എല്ലാ കാലത്തും യുവത്വമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ അതുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു, ഉള്ള കെമിക്കൽസ് എല്ലാം കൂട്ടിയിട്ട്. അപ്പൊ പുതിയ പുതിയ കോമ്പൗണ്ട്സ് ഉണ്ടായി, എലക്സിർ ഓഫ് ലൈഫ് മാത്രം ഉണ്ടായില്ല. ആ കോമ്പൗണ്ട്സ് വെച്ചിട്ട് ഒരു കെമിസ്ട്രി എന്നുള്ള ശാസ്ത്രശാഖ ഉണ്ടായി. ആ ശാസ്ത്രശാഖ നമുക്ക് കിട്ടി, പക്ഷേ എലക്സിർ ഓഫ് ലൈഫ് കിട്ടിയില്ല. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും മരണത്തൊന്ന് കീഴ്പ്പെടുത്താൻ കഴിയുന്ന, ഇപ്പോ അമേരിക്കയിലുള്ള ചില കോടീശ്വരന്മാർ ബില്ലെഴുതി വെക്കാണ്, ഇത്ര $, എന്റെ സ്വത്തില് ഇത്ര $, എന്റെ ശരീരം ക്രയോജനിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നശിക്കാതെ തണുപ്പിച്ച് സൂക്ഷിക്കാൻ ഇത്ര $, ഇത്ര കോടി $, ചെലവഴിക്കണം. എന്തിനാ? എന്നെങ്കിലും ശാസ്ത്രം മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വിദ്യ കണ്ടുപിടിച്ചാൽ ഈ ശരീരം നശിച്ചു പോയാൽ പിന്നെ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് അന്നെങ്കിലും ഒന്ന് പുനരുജ്ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എല്ലാ പരിശ്രമങ്ങളെയും പരാജയപ്പെടുത്തി മരണം സംഹാരതാണ്ഡവമാടിക്കൊണ്ടേയിരിക്കുന്നു. എപ്പോ മരണം വരും നമുക്ക് ആർക്കും അറിയാൻ പറ്റൂല. ഇറാനിൽ സുഖമായി കിടന്നുറങ്ങിയ ആളുകളാണ്. നേരം വെളുത്തിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം. അവരുടെ നേരം വെളുക്കുമ്പോൾ പടച്ചതമ്പുരാന്റെ മുന്നിലായിരിക്കും തീർച്ചയായും. കാരണം നാളെയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്ലാനിങ്ങും എല്ലാവുമായി കിടന്നുറങ്ങിയ ആളുകൾ ആ നാളെ ഒരിക്കലും കടന്നു വന്നില്ല ഈ ഭൂമിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഖുർആൻ ആദ്യം പറയുന്നത് എല്ലാവരും മരിക്കും. രണ്ടാമതായി ഖുർആൻ പറയുന്നത് ഇവിടെ വെച്ച് കർമ്മങ്ങൾക്കൊന്നും തന്നെ പ്രതിഫലം നൽകാൻ സാധ്യമല്ല, മരണാനന്തര ജീവിതത്തിലാണ് കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകുക. ഖുർആന്റെ പദപ്രയോഗങ്ങളുടെ ആ കൃത്യത നിങ്ങൾ നോക്കുക. കർമ്മങ്ങൾക്ക് ഇവിടെ വെച്ച് പ്രതിഫലം നൽകാൻ, മനുഷ്യ കർമ്മങ്ങൾക്ക് ഇവിടെ വെച്ച് പ്രതിഫലം നൽകാൻ ആർക്കെങ്കിലും സാധിക്കും? ഒരാൾക്കും സാധ്യമല്ല. കാരണം മനുഷ്യ കർമ്മങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? ഇന്റൻഷൻ. അവന്റെ കർമ്മങ്ങളുടെ മനസ്സിൽ അവന്റെ ചോദന, അവന്റെ താല്പര്യം, അത് കൃത്യമായി അളക്കാൻ ഒരു സംവിധാനത്തിനും ഭൂമിയിൽ സാധ്യമല്ല. മനുഷ്യന് മാത്രമേ മനസ്സിലൊന്ന് വെച്ച് കർമ്മം വേറൊന്നാക്കാൻ കഴിയുള്ളൂ. ഞാൻ വളരെ വലിയ സാമൂഹ്യ സേവന പ്രവർത്തകനാണ്. എന്താ എന്റെ ലക്ഷ്യം? ഈ സാമൂഹ്യ സേവനം പ്രവർത്തനം നടത്തി നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് വല്ല പിടിച്ചടക്കി അടുത്ത തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് അധികാരത്തിൽ വന്നു നോക്കിയിട്ട് വേണം സകല പൊതുസ്വത്തും കട്ടുമുടിക്കാൻ. ഇതാണ് എന്റെ ലക്ഷ്യം.